മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ എന്ന ചാർലിയിലെ ഡേക്യുവിൻ്റെ ഡയലോഗാവും പലരെയും ഇവിടേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. ഇടുക്കിയിലെ മൂന്നാറിൽ സമുദ്രനിരപ്പിൽ നിന്നും 8500-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മീശപ്പുലിമല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെയും ട്രക്കിംഗ് സാധ്യമായ ഏറ്റവും ഉയരം കൂടിയ ഒന്നാമത്തെയും കൊടുമുടിയാണ്. 7 മലകൾ ട്രക്ക് ചെയ്ത് കയറിയിറങ്ങിയതിനു ശേഷമാണ് അവസാന കുന്നായ മീശപ്പുലിമലയ്ക്ക് എത്തുക. ബേസ് ക്യാമ്പിലെ ടെന്റ് സ്റ്റേയും ആദ്യ ദിനത്തിലെ കുറിഞ്ഞിവാലി വാട്ടർഫാൾ വെള്ളച്ചാട്ടവും ഐക്യർ ഇന്ത്യയുടെ പാക്കേജിൽ ഉൾപ്പെടുന്നു. വരിയാടുകളുടെ വിരാഹ കേന്ദ്രമാണ് മീശപ്പുലിമല. ഒരു മൺസൂൺ മീശപ്പുലിമല ട്രക്കിംഗ്. അപ്പോൾ സൈലന്റ് വാലി അണ്ണ, ഈ സ്ഥലത്തിന് ഒരു സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലിയിൽ നമ്മൾ മീശപ്പുലിമല പോകുന്ന വഴി ഇവിടെ നല്ലൊരു ചായക്കട. ചായക്കടൻ്റെ പേര് എന്തേലും മുത്തു ടീ സ്റ്റാൾ. നല്ല ബൂസ്റ്റ് ഇട്ട ചായ അല്ലേ? ബൂസ്റ്റ് ഇട്ട ചായ കുടിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിനി ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ബേസ് ക്യാമ്പിലോട്ട് പോകും. ബേസ് ക്യാമ്പിലെത്തി. നമ്മളിപ്പോൾ ഇതൊരു വാട്ടർഫാൾ ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. നല്ല മഴയാണ്, തണുത്ത് ഇറക്കുന്നുണ്ട്. അണ്ണ, ഈ ട്രക്കിങ്ങിൽ നമുക്ക് വരിയാടിനെ കാണാൻ പറ്റുമോ? നാളെ കാണാം. നാളെ മുകളിലുണ്ട് അല്ലേ? അപ്പൊ നാളെ നമ്മൾ മുകളിലോട്ട് കയറും. ഇതിപ്പോ എவ்வளவு കിലോമീറ്റർ ഇരിക്കും? ഇത് 3 കിലോമീറ്റർ. ഇത് 3 കിലോമീറ്റർ. അപ്പൊ നാളത്തെ 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. 5 കിലോമീറ്റർ രാവിലെ. അടുത്ത 8 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 8 കിലോമീറ്റർ നടക്കും. ഓക്കെ. ഇന്നിപ്പോ 3 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 6. അല്ല, മൊത്തത്തിൽ 3 ഉള്ളത്. ഓക്കെ. അപ്പോൾ അതാണ്. ഇത് വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നാളത്തേക്കുള്ളൊരു ട്രയലൊക്കെ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. നമ്മൾ ട്രക്ക് ചെയ്ത് കാണാൻ പോകുന്ന വാട്ടർഫോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സീനില്ല. ലുക്ക്. നേരമായിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള ചളിയൊക്കെ. അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് ഇത്ര സ്ലിപ്പറി. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല കോടയാണ്, ചുറ്റിലും കോടയാണ്. നമുക്ക് ഈ പിറകിലെ വാല്യൂ ഒന്നും കാണില്ല. എല്ലാവരും ഭയങ്കര ഒരു മൂഡിയായിട്ട് ഡാർക്ക് ആംബിയൻസ് ഉള്ള ട്രക്കിംഗ് ആണ്. നോക്കിയാൽ നമ്മളിനി പോകുന്നത് നല്ല ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ സ്ട്രീമും ഇതിനിടയ്ക്ക് നല്ല ഇരുട്ടായിട്ടുള്ള വീട്ടിൽ കുറേ ദിവസമായി.
വരൂ 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 വരട്ടെ. ഫൈനലി അപ്പുറത്ത് വാട്ടർഫോളാണ്. ഒരു 10 മീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ട്രക്ക് ചെയ്ത് വന്ന ആ വാട്ടർഫോൾ. രക്ഷയില്ല. കേൾക്കുന്നുണ്ട് അറിയില്ല കേട്ടോ, ഇത്രയും കാറ്റും ആ വാട്ടർഫോളിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 4:30 ടെൻറ്റിൽ നിന്ന് എണീറ്റ് മേലെ ബേസ് ക്യാമ്പിൻ്റെ മേലെ എല്ലാവരും കൂടുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 5:15 ആകുമ്പോൾ തിരിക്കും. ചെറിയൊരു ചായയും ബ്രെഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ 5 കിലോമീറ്റർ നമ്മൾ ജീപ്പിലാവും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൂട്ടി ട്രക്ക് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ജീപ്പിൽ ഏകദേശം 6:15 ഇവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളിനി ട്രക്ക് ചെയ്ത് പോകാൻ പോകുന്നത്. നമ്മൾ ഒരു വണ്ടിയെ ഇവിടെ ഒരു ജീപ്പ് താഴ്ന്നുള്ളത് എത്തിയിട്ടുള്ളൂ, ബേസ് ക്യാമ്പ് എന്നുള്ളത്. ബാക്കി നമുക്ക് ഇവിടുത്തെ കോട്ടേജ് സ്റ്റേ ആണ്. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ കയറാമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് വരെ കയറാൻ പോവാണ്. നമ്മളിപ്പോൾ 7 പേരായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് ജീപ്പിലുണ്ടായിരുന്നു. നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, മഴയല്ല മഞ്ഞ്, നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഫുള്ള് കോട മൂടിയോണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ഭയങ്കര ഫീലാണ്. തണുത്ത് വിറച്ച് മഞ്ഞും വീട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഫസ്റ്റ് പോയിന്റിലോട്ട് പോവാണ്. സൺറൈസ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ കോട മൂടിയ ക്ലൈമറ്റാണ്. നമുക്ക് സൺറൈസും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. മൺസൂണിൽ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള വ്യൂ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബാക്കി പോയിന്റുകൾ ഇതേപോലെ മല കയറണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് അറിയുന്ന അതോറിറ്റിയുടെ സൈഡിൽ നിന്നുള്ള ആരെങ്കിലും കാണും, എന്നിട്ട് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല, ഫുള്ള് കോട കൂടിയോണ്ട് തന്നെ മലക്ക് ചുറ്റിലും ഒരു വ്യൂ കാണുന്നില്ല. എവിടെയാണ് മല എന്ന്, ഏത് ഭാഗത്തോട്ടാണ് പോകേണ്ടതെന്നും ഒരു ഐഡിയ ഇല്ല. മഴയല്ല കേട്ടത്, മഴയാണോ ചോദിച്ചാൽ മഴയാണെന്ന് പറയാം. എന്താ മഞ്ഞ ഫുള്ള് തണുത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് മേലെ വരെ തണുപ്പ് കയറിയിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ
ഒക്കെ ഉണ്ടാകുന്നത് ബെറ്ററാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ മലേന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തത്തിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. നമുക്കൊന്നും കാണത്തില്ല. എൻ്റെ പിറകിൽ ഒരുപാട് ടീംസ് നമുക്ക് മുന്നിലും കണ്ടു, ഒന്നും കാണില്ല, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കും. വിജനമായ കാട്, ആറ്റക്കുള്ളവൻ്റെ ബാക്കിലുള്ളവരും അങ്ങ് പിറകെയാണ്, മുന്നിലുള്ളവരങ്ങ് ദൂരെ. തിരിച്ചിറങ്ങുക കേട്ടോ, നമ്മളെല്ലാ പീക്കും കയറി കഴിഞ്ഞ് തിരിച്ചിറങ്ങുക. ചെറിയ സ്ട്രീം ഇങ്ങനെ താഴെ കൂടെ കാണാം. അപ്പോൾ ഇനിയൊരു 300 മീറ്റർ കൂടെ ഉള്ളൂ. നമ്മുടെ എവിടെ നിന്നാണ് നമ്മൾ ജീപ്പ് നിർത്തി അങ്ങോട്ട് 300 മീറ്റർ കൂടെ ഉള്ളൂ. പൈൻ ഫോറസ്റ്റ് ആണോ കാണുന്നത്? പൈൻ ഫോറസ്റ്റ് ആണ്. യെസ്, അപ്പോൾ ഇറ്റ്സ് ദ ടൈം ടു സേ ഗുഡ് ബൈ. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ 12:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. നമ്മുടെ ജീപ്പ് ഇവിടെ നിന്ന് ഫോറസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്തിക്കും.